തോറ്റുപോയെങ്കിലും ഓസ്ട്രേലിയ തന്നെയാണ് ഒന്നാമന്മാരായിട്ട് അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ബംഗ്ലാദേശ് 4ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ആ ഒരു പോയിന്റ് ടേബിളിൽ ഇന്ത്യ 5ാം സ്ഥാനത്ത് തുടരുകയാണ്. ഈ ഒരു ശ്രീലങ്കൻ പരമ്പരയിലെ വിജയങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ പ്രതീക്ഷകൾ സജീവമാക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഒരു രക്ഷയിലാട്ടോ, ബംഗ്ലാദേശ് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര വിജയം 2017 അവരുടെ മണ്ണിൽ വെച്ചിട്ടുള്ള ഒരു വിജയം കഴിഞ്ഞ് ഏകദേശം 10 വർഷത്തോളം കാത്തിരിപ്പിനൊടുവിലാണ് ഓസ്ട്രേലിയക്കെതിരെ ബംഗ്ലാദേശ് ഒരു വിജയം നേടുന്നത്. അത് ഓസ്ട്രേലിയയിൽ വെച്ചാണെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. ഇന്ത്യ കഴിഞ്ഞ് ഈ ഒരു കാലഘട്ടത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിക്കുന്ന ഒരു ഏഷ്യൻ ടീമായി മാറുകയാണ്. ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും ഒന്നും റീസെന്റ് ആ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ശ്രീലങ്കയാണെന്ന് തോന്നുന്നു 95 ഒരു വിജയം ഇതിനു മുൻപ് ഓസ്ട്രേലിയയിൽ വെച്ച് നേടിയിട്ടുണ്ട്. ഓസ്ട്രേലിയക്കെതിരെ ആധിപത്യം പുലർത്തിക്കൊണ്ട് ബംഗ്ലാദേശിന്റെ ഈ ഒരു വിജയം ഹസന്മാരുടെ വിജയമാണെന്ന് പറയാം കേട്ടോ. എത്ര ഹസന്മാരാണ് ഈ ബംഗ്ലാദേശ് ടീമിലുള്ളത്. ഒരു ഹസൻ സെഞ്ചുറി നേടി, മറ്റൊരു ഹസൻ വിക്കറ്റ് നേടി, 6 വിക്കറ്റുകൾ നേടി. അങ്ങനെ മൊത്തത്തിൽ ഹസന്മാര് തിളങ്ങിയിട്ടുള്ള ഒരു മത്സരത്തിലാണ് ഇന്ന് ബംഗ്ലാദേശ് ഓസ്ട്രേലിയ പരാജയപ്പെടുത്തി ടെസ്റ്റിൽ ഒരു പുതിയ ചരിത്രം എഴുതിയിരിക്കുന്നത്. ഒരു ദിവസം ബാക്കി നിൽക്കെ 4 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഒരു മാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തത്. ടാൻസീദ് ഹസന്റെ ഒരു സെഞ്ചുറി രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ഡെക്കായി പോയെങ്കിൽ പോലും ആദ്യത്തെ ഇന്നിംഗ്സിന്റെ നട്ടലായ ഒരു പ്രകടനമായിരുന്നു. അതുപോലെ ആദ്യത്തെ ഇന്നിംഗ്സിൽ 6 വിക്കറ്റുകളോടുകൂടി ഹസൻ മുഹമ്മദ് വന്നു. രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 3 വിക്കറ്റുകളോടുകൂടി മൊത്തം 9 വിക്കറ്റുകളാണ്. അതുപോലെ മെഹദി ഹസൻ മിറാസ് രണ്ടാമത്തെ ഇന്നിംഗ്സിൽ മറ്റൊരു ഹസൻ വക 5 വിക്കറ്റ് പ്രകടനം. അങ്ങനെ 3 ഹസന്മാരാണ് ബംഗ്ലാദേശിന്റെ ഈ ഒരു വലിയ ചരിത്ര വിജയത്തിന് പ്രധാന പങ്ക് വഹിച്ചത്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം തോൽക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. അവരവരുടെ പരിശീലന മത്സരം തോറ്റു. 23 വർഷം കഴിഞ്ഞാണ് ബംഗ്ലാദേശ് ടീം ഓസ്ട്രേലിയയിൽ ഒരു ടെസ്റ്റ് മത്സരം കളിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് നിന്നിട്ടും അവർ ഈ മത്സരം ജയിച്ച് കയറുക എന്ന് പറയുന്നത് ഈ ഒരു ഏഷ്യൻ ടീം, അതും വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു ടീം. ഇപ്പം ഇന്ത്യ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തിലുള്ള ഏതൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം വരാനുള്ള ക്രിക്കറ്റ് മത്സരങ്ങളാണ് ഇന്ത്യ ആയിട്ടുള്ള ടൂർണമെന്റുകൾ വരുന്നത്. ഇന്ത്യ ആയിട്ടുള്ള ടൂർണമെന്റ് ഉപേക്ഷിച്ചതുകൊണ്ട് തന്നെ കോടികളുടെ നഷ്ടമാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് ഇപ്പം നിലവിലുള്ളത്. ഈ കോടികളുടെ നഷ്ടത്തിനിടയിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പിടിവള്ളിയായിട്ട് മാറുകയാണ് ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ഒരു വിജയം. ഓസ്ട്രേലിയക്ക് പരാജയത്തിന്റെ ഒരു കൈപ്പുനീര് കുടിച്ചിട്ടുണ്ടെങ്കിലും ഓസ്ട്രേലിയൻ ടീമാണ് അടുത്ത മത്സരങ്ങളിൽ സജീവമായിട്ട് തിരിച്ചു വരും. പക്ഷേ ഓസ്ട്രേലിയക്ക് ഒരു ഐക്കോണിക് നേട്ടം കൂടി ഇന്നത്തെ കഴിഞ്ഞ ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹേസൽവുഡ്, നമ്മുടെ RCBന്റെ വുഡ് 300 വിക്കറ്റുകൾ എന്ന് പറയുന്ന നാഴികക്കല്ല് ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിലെ റാങ്കിങ് പോലെ തന്നെ 1ാം സ്ഥാനത്ത് ഓസ്ട്രേലിയ വരുന്നു, 2ാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്ക വരുന്നു, 3ാം സ്ഥാനത്ത് ന്യൂസിലൻഡ് വരുന്നു, ഇപ്പം 4ാമതേക്ക് ബംഗ്ലാദേശ് എത്തുന്നു, 5ാം സ്ഥാനത്ത് ഇന്ത്യ എന്നുള്ള രീതിയിലാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ നിലവിലെ ഒരു പോയിന്റ് ടേബിൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഓരോ ടെസ്റ്റ് മാച്ചുകളിലും ഐതിഹാസികമായിട്ടുള്ള പ്രകടനങ്ങൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പോയിന്റ് ടേബിളിൽ ഒരു ലാഡർ വെച്ച് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ബംഗ്ലാദേശിന്റെ ഈ ഒരു ഐക്കോണിക് വിജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒപ്പം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്ത് നിന്ന് നമ്മുടെ ഇന്ത്യൻ ടീമിന് മുകളിലേക്ക് കുതിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? കമന്റ് ബോക്സിൽ പറയണേ.